ജോണനെയും കുടുംബത്തെയും രക്ഷിച്ച ഫയർഫോഴ്സ് ഓഫീസർ ഞങ്ങളുടെ പ്രതിനിധി എസ് വിജയകുമാറിനോട് സംസാരിച്ചു. രക്ഷാപ്രവർത്തനം എങ്ങനെയായിരുന്നു എന്നാണ് ഫയർ ഓഫീസർ വിവരിച്ചത്. കാണാം. പടവെട്ടിക്കുന്നിൽ ഒരു കുടുംബം ഒറ്റപ്പെട്ടു എന്ന വിവരം കഴിഞ്ഞ കുറച്ച് മണിക്കൂറുകൾക്ക് മുമ്പാണ് അറിഞ്ഞത്. അത് അവരുടെ ഒരു കുടുംബ സുഹൃത്താണ് ഫയർഫോഴ്സിനെ അറിയിച്ചത്. ഉടൻ തന്നെ ഫയർഫോഴ്സ് സംഘം അവിടേക്ക് പോവുകയും ആ കുടുംബത്തെ സുരക്ഷിത കേന്ദ്രത്തിലേക്ക് മാറ്റുകയും ചെയ്തു. ഉരുൾപൊട്ടൽ നേരിട്ട് ബാധിച്ച ഒരു മേഖലയല്ല അത്, എങ്കിൽ പോലും അവരുടെ യാത്രാ വഴികളൊക്കെ അടഞ്ഞു. അവർക്ക് അവിടേക്ക് എത്തിപ്പെടാൻ, പുറം ലോകത്തേക്ക് എത്തിപ്പെടാൻ കഴിയാത്ത സാഹചര്യമുണ്ടായി. അതുകൊണ്ടാണ് ആ കുടുംബം ഒറ്റപ്പെട്ടത്. ആ രക്ഷാപ്രവർത്തനത്തിന് നേതൃത്വം നൽകിയ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥരാണ് നമ്മളോടൊപ്പം ചേരുന്നത്. എന്താണ് അവിടെ സംഭവിച്ചത്? അവരെ സുരക്ഷിത കേന്ദ്രങ്ങളിലേക്ക് മാറ്റാൻ പറ്റിയല്ലോ അല്ലേ? അതെ, സുരക്ഷിത കേന്ദ്രത്തിലേക്ക് മാറ്റാൻ പറ്റിയിട്ടുണ്ട്. ഞങ്ങളുടെ കൺട്രോൾ റൂമിൽ ഇന്ന് രാവിലെയാണ് ഇങ്ങനെ ഒരു മെസ്സേജ് കിട്ടുന്നത്. ഒരു 4 പേർ ഇപ്പോഴും ഒരു ഒറ്റപ്പെട്ട സ്ഥലത്ത് കഴിയുന്നുണ്ട് എന്നുള്ള വിവരം കിട്ടിയിരിക്കുന്നത്. അതിന്റെ അടിസ്ഥാനത്തിൽ അവിടെ എത്തി അവരോട് സംസാരിച്ചു. അപ്പോൾ അവർ ഞങ്ങൾ ഇപ്പോഴും ഇവിടെ സേഫാണ് എന്നൊരു ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിലാണ് അവിടെ നിന്നിട്ടുള്ളത്. പക്ഷേ ഇനിയൊരു തുടർ അപകടങ്ങളോ അവർക്ക് തന്നെ മറ്റ് ശാരീരിക അസ്വസ്ഥങ്ങളോ മറ്റോ ഉണ്ടായിക്കഴിഞ്ഞാൽ അവരെ നമുക്ക് പെട്ടെന്ന് സഹായം ലഭ്യമാക്കുക എന്ന് പറയുന്നത് പ്രയാസമാണ്. അതുകൊണ്ട് അവരെ കാര്യങ്ങൾ പറഞ്ഞ് ബോധ്യപ്പെടുത്തിയപ്പോൾ അവർ മാറി നിൽക്കാമെന്ന് സമ്മതിച്ചു. അപ്പോൾ നമുക്ക് ഇതുവഴി ഈ പുഴ ഉരുൾപൊട്ടൽ നടന്ന സ്ഥലം വഴി അവരേക്ക് പുറത്തേക്ക് എത്തിക്കുന്നതിന് പ്രയാസമുണ്ട്. അപ്പോൾ അവരുടെ ഒരു റിലേറ്റീവ്സിന്റെ വീട് എലവയൽ എന്ന് പറയുന്ന സ്ഥലത്തേക്ക് അവർ പോകാമെന്ന് പറഞ്ഞു. അപ്പോൾ പുത്തുമല വഴി അവിടത്തേക്ക് വാഹന സൗകര്യം ലഭ്യമാണ്. അവരൊരു ജീപ്പ് വന്ന് നമ്മളെ എല്ലാവരെയും അതിലേക്ക് കയറ്റി അവരെ സുരക്ഷിതമായി റിലേറ്റീവ്സിന്റെ വീട്ടിലേക്ക് എത്തിച്ചിട്ടുണ്ട്. ഇതങ്ങനെ ഈ ദുരന്തം നേരിട്ട് ബാധിച്ച സ്ഥലമൊന്നും അല്ലല്ലോ ആ ഭാഗം അല്ലേ? ഈ അപകടം ദുരന്തം അവിടെ ഇല്ലെങ്കിലും ആ വീടിന്റെ ഏകദേശം അടുത്താണ് ഈ ഉരുൾപൊട്ടലിന്റെ തുടക്കം. ആ വീടിനെ നേരിട്ട് ബാധിച്ചില്ല എന്ന് മാത്രമേ ഉള്ളൂ. അതിന്റെ അടുത്തായിട്ട് തന്നെ വരും. അതെ അതെ അതാണ്. അപ്പോൾ വളരെ സുരക്ഷിതരായി അവരെ മാറ്റിയിട്ടുണ്ട്. അവിടെ നിന്ന് ബ്രൂക്ക് ഹോം സ്റ്റേ ഉടമ ആണ് അതിൽ അവിടെ ഒറ്റപ്പെട്ടിരുന്നത്. അദ്ദേഹത്തിന്റെ ഭാര്യയും മക്കളും അടങ്ങുന്ന കുടുംബമായിരുന്നു. അവരിപ്പോൾ സുരക്ഷിതരാണ്, കാര്യമായ പ്രശ്നങ്ങളില്ല. ഇനി അങ്ങനെ ഈ വഴിയൊക്കെ മുടങ്ങിയ സാഹചര്യത്തിൽ അങ്ങനെ എവിടെങ്കിലുമൊക്കെ ആളുകൾ ഒറ്റപ്പെട്ടിട്ടുണ്ടോ എന്ന പരിശോധനയും കൂടെ ഫയർഫോഴ്സ് നടത്തുന്നുണ്ട്. അത്തരം വിവരം കിട്ടിയാൽ അവർ ആ സ്ഥലത്തേക്ക് എത്തുകയും അവരെ സുരക്ഷിത കേന്ദ്രങ്ങളിലേക്ക് മാറ്റുകയും ചെയ്യും.